ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ നാട്ടിൽ 2 ദിവസമായി നടന്നുകൊടുക്കുന്ന പ്രശ്നമാണ് PFIന്റെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിലെ ഒരു ജഡ്ജി, അതായത് PFI, അതായത് പോപ്പുലർ ഫ്രണ്ട്, അവർ കൊല്ലാൻ വെച്ച ആൾക്കാരുടെ ലിസ്റ്റിൽ കേരളത്തിലെ ഒരു ജഡ്ജി ഉണ്ട്. ഞാൻ ആദ്യമേ പറയട്ടെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. ഒരു മുഖവും നോക്കാൻ പാടില്ല. പക്ഷെ ഇത് എപ്പോഴും ഉണ്ടാന്ന് ഒരു ഭാഗത്തേക്ക് മാത്രമായി പോകുന്നു, വൺ സൈഡ് നിയമമായി പോകുന്നു. നമ്മളത് ആര് തെറ്റ് ചെയ്താലും അവന്റെ മതവും ജാതിയും അവനെങ്കിൽ എന്ത് വലിയവനായാലും ശരി അതൊന്നും നോക്കാണ്ട് തന്നെ കേസെടുക്കണം. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇവിടെ ഇപ്പം PFIന്റെ ഹിറ്റ് ലിസ്റ്റിൽ കയറിപ്പറ്റിയെന്നല്ലേ ഉള്ളൂ ജഡ്ജി. പക്ഷെ ഒരു ജഡ്ജിനെ കൊന്ന നാടാണ് ഇന്ത്യ. ആ കൊന്ന കേസിലെ പ്രതികൾ ഇപ്പോഴും നമ്മുടെ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുകയാണ്. ആ നാട്ടിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ആ മരണത്തെ ആ കൊലപാതകത്തെ വെറും ഹൃദയാഘാതമാക്കിയ നിയമമാണ് നമ്മളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കൊലപാതകളുടെ കയ്യിൽ ഭരണമുണ്ട്. അവർക്കെതിരെയൊക്കെ എന്തെങ്കിലും നടപടിയെടുക്കാൻ പിടുക്കവറക്കും നമ്മളുടെ നിയമത്തിന്. നമുക്ക് എന്തായാലും ജസ്റ്റിസ് ലോയ എന്ന് പറയുന്ന ഒരു ജഡ്ജിന്റെ കൊലപാതകം എങ്ങനെ ഹൃദയാഘാതമായി എന്നുള്ള വാർത്ത കേൾക്കാൻ പാ. വിവാഹത്തിനായി നാഗ്പൂരിലേക്ക് പോകണമെന്ന് ലോയയെ നിർബന്ധിച്ച 2 ജഡ്ജിമാർ അദ്ദേഹത്തോടൊപ്പം പോയിരുന്നില്ല. ലോയ ഒരു CBI കോടതി ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തിന് സുരക്ഷയും അകമ്പടിയും ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. എന്നാൽ അതൊന്നും ഈ സംഭവത്തിൽ ഉണ്ടായില്ല. കുടുംബം മൃതദേഹം കണ്ടപ്പോൾ ഷർട്ടിന്റെ പിൻഭാഗത്ത് കഴുത്തിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നു. കണ്ണട കഴുത്തിന് താഴെയായിരുന്നു. അദ്ദേഹത്തിന്റെ ബെൽറ്റ് എതിർദിശയിലേക്ക് വളച്ചൊടിക്കപ്പെട്ടിരുന്നു. പാന്റിന്റെ ക്ലിപ്പ് ഒടിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ തലയിൽ പിൻവശത്ത് രക്തക്കറകളും മുറിവുകളും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് കുടുംബാംഗങ്ങൾ ക്യാരവാനോട് പറഞ്ഞത്. എന്നാൽ നാഗ്പൂരിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പുറത്തിറക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വസ്ത്രങ്ങളുടെ അവസ്ഥ അത് വെള്ളത്തിൽ നനഞ്ഞതാണോ, രക്തം പുരണ്ടതാണോ, ഛർദിയോ ഭ്രൂണമോ കൊണ്ട് മലിനമായതാണോ എന്ന ചോദ്യത്തിന് ഉണങ്ങിയത് എന്ന് മാത്രമായിരുന്നു ഉത്തരം. രണ്ടാമതൊരു പോസ്റ്റ്മോർട്ടം കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും ലോയയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കരുതെന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. നിയമപരമായ നടപടിക്രമങ്ങൾ അനുസരിച്ച് മരിച്ചയാളുടെ എല്ലാ സ്വകാര്യ വസ്തുക്കളും പോലീസ് വകുപ്പ് ശേഖരിച്ച് സീൽ ചെയ്യുകയും അവയെല്ലാം കുടുംബത്തിന് കൈമാറുകയും ചെയ്യാറുണ്ട്. എന്നാൽ കുടുംബത്തിന് ഇത്തരം കാര്യങ്ങളൊന്നും ലഭിച്ചില്ല. ലോയയുടെ മൊബൈൽ ഫോൺ കുടുംബത്തിന് 4-ാം ദിവസമാണ് ലഭിക്കുന്നത്. അതും തിരികെ നൽകിയത് പോലീസ് അല്ലായിരുന്നു. ലോയ താമസിച്ചിരുന്ന VIP ഗസ്റ്റ് ഹൌസായ രവിഭവന് ചുറ്റും ഓട്ടോ സ്റ്റാൻഡോ ഓട്ടോറിക്ഷ ലഭിക്കാനുള്ള സാഹചര്യമോ ഇല്ലായിരുന്നു. എന്നിട്ടും ലോയയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഓട്ടോയിലായിരുന്നു. മന്ത്രിമാർ, IAS, IPS ഉദ്യോഗസ്ഥർ, ജഡ്ജിമാർ എന്നിവരുൾപ്പെടെയുള്ള VIPകളെ പതിവായി സ്വീകരിക്കുന്ന രവിഭവനിൽ ലോയയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വാഹനം പോലും ലഭ്യമായിരുന്നില്ലേ എന്ന ചോദ്യവും ഉയർന്നിരുന്നു. ലോയയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ കുടുംബത്തെ എന്തുകൊണ്ട് അറിയിച്ചില്ല? അദ്ദേഹം മരിച്ച ഉടനെ അവരെ എന്തുകൊണ്ട് അറിയിച്ചില്ല? പോസ്റ്റ്മോർട്ടത്തിന് അനുമതി ചോദിക്കുകയോ നടപടിക്രമം നടത്തുന്നതിന് മുമ്പ് അറിയിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ആരാണ് പോസ്റ്റ്മോർട്ടം ശുപാർശ ചെയ്തത്? എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ശുപാർശ ചെയ്യാൻ ലോയയുടെ മരണത്തെ